ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കന്യാകുമാരി രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ബോട്ടിങ്ങിൻ്റെ എൻട്രൻസ് അപ്പി ഇവിടെ വന്നപ്പോഴേക്കും കണ്ട കാഴ്ച എന്ന് വെച്ചാൽ റോഡിൽ വരെ നീണ്ടുനിൽക്കുന്ന ക്യൂ ആണ്. പിന്നെ ഒട്ടും താമസിക്കാതെ നമ്മൾ ആ ക്യൂ കയറുന്നു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയിരുന്നിട്ട് കൂടി ഇത്രമാത്രം തിരക്കാണ്. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഹോളിഡേ ദിവസങ്ങളിലോ സൺഡേകളിലോ സാറ്റർഡേകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കായി പോകാനെ. എന്തായാലും നമ്മൾ ക്യൂവിൽ നിൽക്കുവാണ്. ഇവിടെ ബോട്ടിങ്ങിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് നോർമൽ റേറ്റ് 75 രൂപ ഒരാൾക്കും, സ്പെഷ്യൽ റേറ്റ് വരുന്നുണ്ട്, അത് 300 രൂപയാണ്. അത് 300 രൂപയുടെ എടുക്കുകയാണെങ്കിൽ അതിന് നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരത്തില്ല, ഡയറക്റ്റ് കയറിപ്പോൾ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് പോകാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കാണാൻ പറ്റും. അടിപൊളിയാണ്. നമ്മൾ നേരെ പോയി ബോട്ടിലേക്ക് കയറുകയാണ്. ബോട്ടിലോട്ട് കയറുന്നതിന് പിന്നെ നമുക്ക് ഒരു ലൈഫ് ജാക്കറ്റൊക്കെ തരും. അതൊക്കെ ഇട്ടാണ് നമ്മളിതിലേക്ക് കയറുന്നത്. ഒരു 100 പേരെങ്കിലും ഇപ്പോൾ ഈ ബോട്ടിൽ കാണും. നമ്മളെപ്പോലെ തന്നെ എല്ലാവരുടെയും ആദ്യത്തെ കടൽ യാത്രയാണ് തോന്നുന്നു. എല്ലാവരും ഭയങ്കര കാർച്ചയും വീഴ്ചയൊക്കെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫൈനലി നമ്മളങ്ങനെ വിവേകാനന്ദ പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരാൾക്ക് 30 രൂപ എൻട്രൻസ് ഫീ വരുന്നുണ്ട്. അതുകൊടുത്ത് നമ്മൾ നേരെ വിവേകാനന്ദ മെമ്മോറിയലിലേക്ക് കയറി പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയാണ് പോകുന്നത്. വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിന് കുറുകെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കന്യാകുമാരിയിലുള്ളത്. ഈ കഴിഞ്ഞ ഡിസംബർ 30-നാണ് തമിഴ്നാട് CM ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. ഈ ബ്രിഡ്ജിന് 10 മീറ്റർ വീതിയും 77 മീറ്റർ നീളവുമാണുള്ളത്.
ഈ കാണുന്നതാണ് തിരുവള്ളൂർ സ്റ്റാച്യു. നമുക്ക് ഈ പ്രതിമയിലോട്ട് കയറി പോകുന്നതിൻ്റെ അകത്തൂടെ ഒരു വഴിയുണ്ട്. കയറിപ്പോകാനും തിരിച്ചിറങ്ങി വരുവാനും 2 സെപ്പറേറ്റ് വഴികളാണുള്ളത്. നമുക്കെന്തായാലും മുകളിലോട്ട് കയറിപ്പോകാം. ജനുവരി 1, 2000 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി തിരുവള്ളൂർ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം 2025 ജനുവരി 1 തന്നെയാണ് തമിഴ്നാട് സർക്കാർ ഈ പ്രതിമയെ ജ്ഞാനത്തിൻ്റെ പ്രതിമയായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണുന്നത് കന്യാകുമാരി പട്ടണമാണ്. അതായത് നമ്മൾ ബോട്ട് കയറി വന്ന സ്ഥലമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് തിരുവള്ളൂർ സ്റ്റാച്യുവിൽ നിന്നുള്ള വിവേകാനന്ദ റോക്കിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അതിമനോഹരമാണ്. ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണിത്. ഇതാണ് വിവേകാനന്ദ മണ്ഡപം. ഇത് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ശ്രീപാദ മണ്ഡപം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും പകർത്തിയിട്ടില്ല. പിന്നെ ഈ വിവേകാനന്ദ മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ സന്ദർശകർക്ക് ധ്യാനിക്കാൻ വേണ്ടി ഒരു ധ്യാന മണ്ഡപം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 4 മണിയായപ്പോഴാണ് നമ്മൾ വിവേകാനന്ദ പാറ വന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും നിൽക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഒരു മണിക്കൂറൊക്കെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് നമ്മൾ അവിടുന്ന് ബോട്ടൊക്കെ കയറിയതുപോലെ തന്നെ ഇവിടെ നിന്ന് ക്യൂ നിന്നാണ് ബോട്ടിലോട്ട് കയറുന്നത്. നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരെ ചെന്ന് ചെറുതായിട്ടൊരു സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ നേരെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. തിരികെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടുത്തെ കടകളൊക്കെ ഇപ്പോൾ ആക്റ്റീവായി തുടങ്ങിയതേ ഉള്ളൂ. ഉച്ചയ്ക്ക് നമ്മൾ പോയപ്പോൾ ഭയങ്കര വെയിലായിരുന്നുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പം ശരി.